ഫ്രണ്ടിൽ വെക്കുന്ന ഒരു കിൻഡർ സീറ്റും ഉണ്ട്, അതുപോലെ റിയർ പുറകിൽ വെക്കുന്ന ഒരു കിൻഡർ സീറ്റും ഉണ്ട്. ഹായ് ഗായ്സ്, കാറും പബ്ലിക് ട്രാൻസ്പോർട്ടൊന്നും ഇല്ലാതെ എങ്ങനെയാണ് ജർമ്മനിയിൽ ഞങ്ങൾ ഫാമിലിയായിട്ട് ഞങ്ങളുടെ കുട്ടി കുട്ടി യാത്രകൾ ചെയ്യുന്നതെന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. സോ ഇതാട്ടോ ഞങ്ങളുടെ മയിൽ വാഹനം. ഇതിലാണ് ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ യാത്രകളും ഞങ്ങളുടെ കുട്ടികളുമായിട്ടുള്ള എല്ലാ യാത്രകളും ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകുന്നതോ പള്ളിയിൽ പോകുന്നതോ അല്ലെങ്കിൽ കുട്ടീനെ സ്കൂളിൽ കൊണ്ടുവിടുന്നതോ ഒക്കെ ഈ ഒരു സൈക്കിളിലാണ്. അപ്പോൾ സൈക്കിളിൽ കുട്ടീനെ വെറുതെ അങ്ങോട്ട് ഇരുത്തിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലൊരു സൈക്കിൾ കിൻഡർ സീറ്റ്. അപ്പോൾ ഇത് നമുക്ക് ഡെക്കാത്തലോണിൽ നിന്നോ സൈക്കിൾ ഷോപ്പിൽ നിന്നോ അല്ലെങ്കിൽ എന്താ പറയുക ആമസോണിൽ നിന്നൊക്കെ മേടിക്കാൻ പറ്റും. അപ്പോൾ ഇത് മെയിനായിട്ട് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഫ്രണ്ടിൽ വെക്കുന്ന സീറ്റ്, സൈക്കിൾ സീറ്റ് ഉണ്ട്, പിന്നെ ഒരെണ്ണം റിയർ പുറകിൽ വെക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഇത് പുറകിൽ വെക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ടിൽ വെക്കുന്നത് മാക്സിമം 15 കിലോ വരെ അഫോർഡ് ചെയ്യത്തുള്ളൂ, പുറകിലാണെങ്കിൽ ഒരു 25 കിലോ വരെ അഫോർഡ് ചെയ്യും. അപ്പോൾ മാക്സിമം 35 കിലോ വരെ പോകുന്ന കിൻഡർ സീറ്റും ഉണ്ട്, പക്ഷെ അത് ഇച്ചിരി കൂടെ വലുതാണ്. അപ്പം ഞങ്ങളുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 25 കിലോ വരെ പോകുന്നതാണ്. അപ്പോൾ കുട്ടീനെ മെയിനായിട്ട് ഇരിക്കുന്ന പ്രായം മുതലാണ് കുട്ടീനെ കിൻഡർ സീറ്റിൽ ഇരുത്തുന്നത്. ശരിക്കും 1 വയസ്സ് മുതലുള്ള കുട്ടികളെയാണ് ഇതിനകത്ത് അവർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ 5 വയസ്സ് വരെ, മാക്സിമം 5 അല്ലെങ്കിൽ 6 വയസ്സ്, അത് ഡിപ്പെൻസ് അവരുടെ വെയിറ്റ് അനുസരിച്ചാണ്. അപ്പോൾ ഏകദേശം 40 മുതൽ 120 യൂറോ വരെയൊക്കെയാണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ മേടിച്ചിട്ട് വെറുതെ അങ്ങോട്ട് ഇതിനകത്തോട്ട് വെക്കാൻ പറ്റത്തില്ല. ഇത് കറക്റ്റായിട്ട് ഇത് സൈക്കിളിൽ ഇത് ലോക്ക് ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ ഏത് സൈക്കിളിൽ വേണമെങ്കിൽ നമുക്ക് മാറ്റി മാറ്റി നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ലോക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തൊരു ടിക്കെന്നൊരു ഒച്ച കേൾക്കും. അത് ആ ഒച്ച കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായി ഇത് ലോക്കായി എന്നുള്ളത്. അപ്പോൾ അത് ലോക്കാകാതെ നമ്മളിതുപോലെ കൊച്ചിനെയും കൊണ്ട് സൈക്കിളിൽ പോയിട്ടുണ്ടെങ്കിൽ മറിഞ്ഞ് വീണിട്ടുണ്ടെങ്കിൽ അപകടം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നമുക്ക് കിൻഡർ സീറ്റിൽ കുട്ടികളെ ഇരുത്തുന്നതിന് മുന്നേ ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഫസ്റ്റായിട്ട് നമ്മൾ കുട്ടീനെ ഹെൽമെറ്റ് ഇടിയിക്കണം. മസ്റ്റായിട്ട് ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അതുപോലെ ഇതിനകത്തൊരു ചെറിയൊരു സീറ്റ് ബെൽറ്റ് ഉണ്ട്. അപ്പോൾ ആ സീറ്റ് ബെൽറ്റ് കൊണ്ട് കറക്റ്റായിട്ട് കുട്ടീനെ അത് ക്ലിപ്പ് ചെയ്തിരിക്കണം. അതുപോലെ ഇതിനകത്തൊരു പെഡലുണ്ട്, ഫൂട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം. അപ്പോൾ കുട്ടിയുടെ കാല് ഈ സൈക്കിളിൻ്റെ വീലിൻ്റെ ഇടയ്ക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സംഭവത്തിനകത്ത് നമ്മൾ കുട്ടീനെ കാല് കറക്റ്റായിട്ട് അത് ക്ലിപ്പ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടി സെക്യൂറായി. അപ്പോൾ ഇനി നമുക്ക് സേഫായിട്ട് പേടി കൂടാതെ കുറേ ദൂരം നമുക്ക് ട്രാവൽ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ യാത്രകളൊക്കെ ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ.